നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. എന്തൊരു പ്രതികാരബുദ്ധിയാണ് നമ്മളെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റേത്. മുഖ്യമന്ത്രി പിണറായി സഖാവിനെ എളിമഭവ്യതയോടെയല്ലാതെ ആരും ഒന്ന് നോക്കാൻ പോലും പാടില്ലത്രേ. അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാതകളിൽ അഴിമതി ഭരണത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചൊരു കറുത്ത തുണി ഒന്നുയർത്തിക്കാട്ടിയാൽ DYFI ഗുണ്ടകളെ കൊണ്ട് തല തല്ലിപ്പൊളിച്ച് റോഡിൽ തള്ളും. ചോര ഒലിപ്പിച്ച് ജീവന് വേണ്ടി പിടയുന്ന എതിരാളി കോൺഗ്രസ്സുകാരനെ കാണുമ്പോൾ മുഖ്യൻ പറയും, ഇതാണ് ശരിയായ രക്ഷാപ്രവർത്തനമെന്ന്. CMന് സുരക്ഷയൊരുക്കുന്ന കമാൻഡോസ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ ലാത്തി കൊണ്ടടിച്ച് മൃതപ്രായരാക്കും. അങ്ങനെ ചെയ്യുന്ന കയ്യൂക്ക് ഏമാന്മാർക്ക് ഉദ്യോഗക്കയറ്റവും പാരിതോഷികങ്ങളും ധാരാളം. പിണറായി സഖാവ് വരുന്ന വഴികളിൽ ഈ ദുർഭരണത്തെ ഓർത്ത് കേവലം ഒരു പ്രജ അറിയാതെ ഒന്ന് കൂവിപ്പോയാൽ കഴിഞ്ഞു അവന്റെ ജീവിതം. ജാമ്യമില്ലാ വകുപ്പുകളും കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി പിന്നെ അങ്ങോട്ട് ജീവിത അവസാനം വരെ പോലീസ് കേസുകളും വേട്ടയാടലുകളും. ഇതിപ്പോ വിചിത്രമായ പുതിയൊരു പ്രതികാര നടപടി കൂടി നിലവിൽ വന്നിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ അനധികൃതമായി ജയിൽ മോചിതരാക്കാൻ വേണ്ടിയുള്ള ഇടത് സർക്കാരിന്റെ നീക്കം പൊളിച്ച നീതിബോധമുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് പകരം അവരുടെ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും നീചമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ വധം. CPMന്റെ അടിത്തറ ഇളക്കിയ 52 മുറിവുകൾ. TPയെ വെട്ടിക്കുന്നവരിൽ കൊടും ക്രിമിനലുകളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവരെയാണ് ആരും അറിയാതെ ശിക്ഷ ഇളവ് നൽകി ജയിലിന് പുറത്തെത്തിക്കാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയ വിട്ടയക്കേണ്ടവരുടെ പട്ടികയിൽ ഈ കൊലപാതകികളെയും ഉൾപ്പെടുത്തി. എന്നാൽ ഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം, ആ ലിസ്റ്റ് ചോർന്നു, അതല്ലെങ്കിൽ ചോർത്തി. 20 വർഷത്തേക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ പാടില്ല എന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നപ്പോഴാണ് ഇത്തരം ഒരു നെറുകേട് സംഭവിക്കുന്നത്. ഈ വിധി ഫെബ്രുവരിയിലാണ് ഉണ്ടായത്. എന്നാൽ 2023 ജനുവരി 30 പട്ടിക തയ്യാറാക്കുമ്പോഴും 24 മെയ്യിൽ ഈ പട്ടിക പരിഷ്കരിച്ചപ്പോഴും TP കേസിലെ പ്രതികൾ വിട്ടയക്കേണ്ടവരുടെ ലിസ്റ്റിൽ പെട്ടു. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ ഈ സമയത്ത് ചുമതലയിൽ ഇല്ല. പരമാവധി 90 ദിവസം ഉണ്ടാകേണ്ട സസ്പെൻഷൻ 6 മാസം നീണ്ടു. ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുവാൻ ജയിൽ മേധാവിക്ക് സമർപ്പിച്ച അപേക്ഷ സർക്കാരിന് കൈമാറിയപ്പോഴാണ് വീണ്ടും ഇവർക്കെതിരെ കടുത്ത നടപടികൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രതികാര ജ്വാല? സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർക്ക് ഇൻക്രിമെന്റും പ്രമോഷനും ഒന്നും ഇനി ലഭിക്കില്ല. അനധികൃതമായ കൊലപാതകികളെ സ്വതന്ത്രരാക്കാൻ ശ്രമിച്ച ലിസ്റ്റ് തയ്യാറാക്കിയ ആഭ്യന്തര വകുപ്പിലെ ഒരാൾക്കുമെതിരെ യാതൊരു നടപടിയുമില്ല. എങ്ങനെ നടപടി ഉണ്ടാകും? ആഭ്യന്തരം എന്നത് ഒരു CPM പാർട്ടി സെറ്റപ്പ് മാത്രമായി കേരളത്തിൽ മാറിയിരിക്കുന്നു. എന്നാൽ ഈ ലിസ്റ്റ് ചോർന്നതിന്റെ പേരിൽ കണ്ണൂർ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OU രഘുനാഥ് എന്നിവരെ മുഖ്യൻ പിണറായി സഖാവ് നേരിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അതാണ് പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് ചെയ്തു തന്നെ തീർക്കണം. അങ്ങനെയാണ് CPMന്റെ രാഷ്ട്രീയ നയം. തിരുത്താൻ ആരും ശ്രമിക്കണ്ട. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയും പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾക്ക് നടുവിലൂടെയും കിലോമീറ്ററുകൾ നടക്കുന്നവരുടെ ചുവപ്പൻ പ്രസ്ഥാനമാണിത്. ഓർത്തിരുന്നാൽ നന്ന്.